അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നത്, നിങ്ങളാരും വിഷമിക്കേണ്ടിയില്ല. സാബീത്ത തുള്ളി കളിക്കുന്നു, സാബീത്ത ചാടി കളിക്കുന്നു, സാബീത്ത വീഡിയോസ് ചെയ്യുന്നു. നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഞാൻ എൻ്റെ ഡാൻസ് കളീൻ്റെതെല്ലാം ഇടുമ്പോൾ എൻ്റെ മക്കളെ ഓലിക്ക് ഭയങ്കര ടെൻഷൻ. എന്ത് ടെൻഷൻ? ഈ പെണ്ണുങ്ങൾക്ക് സ്വർഗം കിട്ടൂളി, ഈ പെണ്ണുങ്ങൾക്ക് നരകം കിട്ടൂളി, ഇതെല്ലാം തെറ്റല്ലേ, ഇതെല്ലാം അറാമല്ലേ, അതോ ബട്ടാണോ ഭ്രാന്താണോ? നിങ്ങളാരും വിഷമിക്കണ്ട. നിങ്ങളെ കുടുംബത്തിനെ നോക്കിയാൽ മതി. നിങ്ങളെ കുടുംബത്തിനെ നോക്ക്. നിങ്ങളെ ഭാര്യനെയും മക്കളെ നിങ്ങളെ നോക്ക്. പെണ്ണുങ്ങളാണ് ഭൂരിപക്ഷം കമന്റ് ഇടുക. നിങ്ങളെ ഭർത്താവ് എവിടെ പോന്ന്, ഭർത്താവ് ഫോണിൽ നിന്ന് കളിക്കുന്നു, മക്കള് ഫോണിൽ നിന്ന് കളിക്കുന്നു, നിങ്ങളെ പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആർക്കാ ചാറ്റ് ചെയ്യുന്നത്, ആർക്കാ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പരിശോധിച്ച് നീ എന്താണോ ഫോണിൽ നിന്ന് കാണുന്നത് എന്ന് പരിശോധിച്ച് നിന്റെ സ്വർഗം നീ കരസ്ഥമാക്കി വെക്കുക. മനസ്സിലാകുന്നുണ്ടാ പറയുന്നത്? അല്ല സാബീത്ത തുള്ളി കളിച്ചത് കൊണ്ടും സാബീത്ത തുള്ളിക്കളി നിർത്തിയത് കൊണ്ടും നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളൂ. നിങ്ങളൊരൊറ്റ കുട്ടി എൻ്റെ ഡാൻസ് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്താലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ടാലും യൂട്യൂബിൽ നിന്ന് കണ്ടാലും നിങ്ങൾ കണ്ടിട്ട് അവിടെ കുത്തിരിഞ്ഞോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി എന്താ പറഞ്ഞാൽ അങ്ങനത്തെ ഈ തുള്ളിക്കളി ഉടുത്ത കഴിച്ചിട്ടുള്ളതും ശരീരഭാഗങ്ങൾ കാണിക്കുന്ന അങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടിയ. അത് മുത്ത് നബി പറഞ്ഞിട്ടില്ലേ ആയിഷ ബീവിനോട്? ആയിഷ സ്വർഗത്തിൽ പോകണമെങ്കിൽ നബീൻ്റെ മോളാന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോകൂല പറഞ്ഞിട്ടില്ല. പിന്നെ നബി ഫാത്തിമ മോള് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾ സ്വർഗത്തിൽ പോവുള്ളൂ. പിന്നെ ആയിഷ ബീബിനോട് പറഞ്ഞിട്ടില്ലേ, കണ്ണ് പൊട്ടനാ കയറി വരുന്നതെങ്കിലും ആയിഷ കണ്ണ് പൊട്ടന നീ അങ്ങോട്ട് കാണൂലേ. അവിടെ നിങ്ങൾ ഫോണുമെന്ന് ഇൻസ്റ്റാഗ്രാമെന്നും ഫേസ്ബുക്കൊന്നും യൂട്യൂബിന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് പല ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ കുത്തിരി കാണുന്നു. ശരീരഭാഗങ്ങൾ പെണ്ണുങ്ങൾ എന്തെല്ലാം കോലത്തിലാണ് ഇടുന്നത് അതെല്ലാം നിങ്ങൾ കുത്തിരിഞ്ഞ് കാണണം. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ, നിങ്ങൾ അള്ള പറഞ്ഞതുപോലെയാണോ നിങ്ങൾ നടക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ കാര്യത്തിൽ നിങ്ങളൊന്നും വിഷമിക്കണ്ട. ചിലപ്പം ഞാൻ നരകത്തിലേക്കും അല്ലേ ഞാൻ സ്വർഗത്തിലേക്കും. അത് നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലാലോ. നിങ്ങൾ എൻ്റെ റീൽസ് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളോട് നല്ലവരായ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നില്ലേ, നിങ്ങൾക്ക് സാബീത്താന്റെ വീഡിയോസ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. സാബീത്ത നല്ല വേഷത്തിൽ നല്ല ഡ്രസ്സിൽ ഇപ്പോൾ ഞാൻ പേരുമുപ്പായിട്ട് നല്ല വേഷത്തിൽ ഞാൻ ചെയ്യുന്നത് പിടിക്കുന്നില്ല. പിന്നെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വലിയ കാര്യത്തുകൾ എല്ലാ കോലത്ത് തുള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഹാ ഐ ലവ് യു ചിഹ്നം ഇട്ട് കൊടുക്കലോ, നല്ല ഡാൻസ് പഠിക്കണോ, നല്ല സൂപ്പർ എന്ന് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വേളന്മാരെ നിങ്ങൾ എന്നാ ചൊല്ലിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിങ്ങൾ നല്ലവരും ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇവള് തുള്ളി കളിക്കുന്ന സ്വർഗ നരകയല്ലേ എന്ന്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മലപ്പുറത്ത് നിന്ന് അയ്യോ ഉരുൾപൊട്ടിയിട്ട് എത്ര ആയിരക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചു പോയിക്കില്ല. ഓല് തുള്ളി കളിച്ചിട്ടാ യൂട്യൂബിൽ നിന്ന്. യൂട്യൂബ് ചാനൽ ഉണ്ടേറ്റാ എല്ലേ ഓല് ഏത് കോലത്തിലായത് കൊണ്ട് ഓലിക്ക് അങ്ങനെ സംഭവിച്ചേ. നമ്മൾ എത്ര നല്ലോണം നടന്നാലും അള്ളാഹു ഞമ്മക്ക് സംഭവിപ്പിച്ചേ തീരും. പിന്നെ മരിക്കുന്നത് വരെ സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ മനസ്സ് നന്നാക്കി ഇങ്ങക്ക് ജീവിച്ചാൽ ഇങ്ങക്ക് സമാധാനത്തോടു കൂടി മരിക്കാം. ഇപ്പൊ ഒരു പൊട്ടിയിട്ടാണെങ്കിലും ആ അന്തവസം വരെ സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സ് നന്നാക്കുക. ഇത് സമയത്താണ് ഡാൻസ് കണ്ട് ടെൻഷൻ അടിക്കുന്നു, അല്ലെ മറ്റുള്ളവരെ സാമ്പത്തികം കണ്ട് ടെൻഷൻ അടിക്കുന്നേ, മറ്റുള്ളവരെ സൗന്ദര്യം കണ്ടിട്ട് ടെൻഷൻ. ഈ ടെൻഷൻ അടിച്ച് ആ ടെൻഷനോട് കൂടി മരിക്കേണ്ടി വരും. നിങ്ങൾ കണ്ടില്ലേ, നേരം പുലരുന്നപ്പോഴത്തേക്കല്ലേ പിന്നെ ഉരുൾപൊട്ടി അവര് ഒരു ആയിരക്കണക്കിന് ആൾ മരിച്ചു. ഓല് യൂട്യൂബിൽ നിന്ന് തുള്ളി കളിച്ചിട്ട് അവർ മരിച്ചു. അതിൽ കുറച്ച് അള്ളാഹനെ പേടി ഇല്ലാത്തവരുണ്ടെങ്കിലും ഭൂരിപക്ഷം അള്ളാഹനെ പേടിയുള്ളവരെന്നല്ലേ ഉണ്ടാവുക. നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, സക്കാത്തും ധർമ്മവും കൊടുക്കുന്നവരാണ് അല്ലേ. അപ്പൊ അള്ള ഒരു മനുഷ്യന് എന്താണോ കണക്കാക്കിയത് അത് അള്ള കൊടുക്കും. ഇവിടെ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം പ്രളയം വേണം, കടല് പാഞ്ഞേറിയിട്ട് പിന്നെ പ്രളയം വേണമെന്ന് കണക്കാക്കിക്കണ്ടേ പ്രളയം വരൂ. നിങ്ങൾ കണ്ടിക്കില്ലേ പണ്ട് പ്രളയം വന്നേ? എടുക്കില്ല. എത്ര ആയിരക്കണക്കിന് ബിൽഡിങ്ങും കടകളും വീടുകളും പോയി കുറെ കൊല്ലം മുന്നേ. ഇപ്പം നമ്മളെ വയനാട്ടിൽ ഇതെല്ലാം യൂട്യൂബ് നടത്തിയിട്ടാ, യൂട്യൂബിൽ തുള്ളി കളിച്ചിട്ടാ.
ഓരല്ല ഇപ്പം സ്വർഗത്തിലാണോ നരകത്തിലാണോ നിങ്ങളറിയാം. അപ്പോൾ ജീവിക്കാൻ ഒരു പിന്നെ എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞു മക്കള് ഈ മാൽപ്പുറത്ത് പിന്നെ വയനാട്ടിൽ നിന്ന് ആക്കിയിട്ട് എത്ര മക്കള് കുഞ്ഞു മക്കളല്ലാത്ത തെറ്റ് ചെയ്തിട്ടാണോ? അതുകൊണ്ട് നിങ്ങൾ ഒരാളോട് നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നോ നോക്ക്. നിങ്ങൾക്ക് മരിക്കുന്നത് വരെ പ്രളയം വന്നാലും ഉരുൾപൊട്ടിയാലും നിങ്ങൾ മരിക്കുന്നത് വരെ സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ മനസ്സമാധാനം ജീവിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സ് നന്നാക്കുക. മനസ്സ് അല്ലാണ്ട് സാബീത്താക്ക് വന്ന് കമന്റ് ഇടുക, എന്നെപ്പോലത്തെ പലാക്കും വന്ന് കമന്റ് ഇട്ട് കൊടുക്കുക, ആ ടെൻഷൻ അടിക്കുക, മറ്റുള്ളവരത് കണ്ടിട്ട് അസൂയപ്പെടുക. അതുകൊണ്ട് മനസ്സ് നന്നാക്കിയാൽ ആ മരിക്കുന്നവരെ സന്തോഷത്തിൽ ജീവിക്കാം. മരണം ഇപ്പം ആർക്കൊന്നുമില്ല. പരീക്ഷണ ചാനൽ എൻ്റെ ഒരു സഭയുള്ളത് നഷ്ടപ്പെട്ടു. അത് പരീക്ഷണ ഉസ്താദ്മാർ അങ്ങനെ പറഞ്ഞിട്ട സിറാജുദ്ദീൻ ഉസ്താദിന് സുഖമില്ലാണ്ടായിക്കില്ല. ഒരു പല ചാനലും മറ്റു കരഞ്ഞിക്കില്ല. ഓരോ വേനായിട്ട് ഓർക്ക് പരീക്ഷണ ഒരു യൂട്യൂബർക്ക് ഉണ്ട്. അല്ല ഒരു സൂക്കേട് എപ്പം ആർക്കാ കൊടുക്കുന്നില്ല. ഇപ്പൊ എനിക്ക് ഇനിയിപ്പോ ഒരു പനിയോ തലവേദനയോ അല്ലെ എന്തെങ്കിലും പോവോ പൊട്ടോ ചെയ്തിട്ടാലും ഞാനക്ക് സുഖമില്ല. ഞാൻ മാധ്യമത്തിൽ അത് പരീക്ഷണ. അത് ഉസ്താദ്മാർ പിന്നെ എല്ലാ വീഡിയോസുകാരും അത് എടുത്തങ്ങിടും. അല്ലാ പരീക്ഷണം എല്ലാ ബേളന്മാരെ ഈ മലപ്പുറത്ത് ഉരുൾപൊട്ടിയത് അവിടുത്തെ ആയിരക്കണക്കിന് ആളും തെറ്റ് ചെയ്തത് കൊണ്ടാണോ? ഉസ്താദ്മാർ പറഞ്ഞത് കൊണ്ടാണോ? അവര് പിന്നെ യൂട്യൂബ് നടത്തിയത് കൊണ്ടാണോ? വിവരമില്ലാത്ത തലയും തലച്ചോറില്ലാത്ത വിവരമില്ലാത്ത കുറേ എണ്ണം ഉണ്ട്. വിവരമില്ലാത്ത അല്ല ഇപ്പൊ ആർക്കാ സൂക്കേട് കൊടുക്കുക, ആർക്കാ ഇപ്പൊ എന്തെന്നാ കൊടുക്കുമെന്ന് അറിയാം. അതുകൊണ്ട് നല്ല സന്തോഷത്തിൽ അങ്ങ് ജീവിച്ചോട്. അതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടാ? നിങ്ങൾക്ക് കുഴപ്പമുണ്ട്. ഞാൻ എവിടെയും കാണിക്കാണ്ട് ഞാൻ തുള്ളിക്കളയുന്നു. നല്ല പാൻറ്റും കുപ്പായോ ഒക്കെ ഇട്ട് എവിടെയും കാണാണ്ട് തുള്ളിക്കളയുന്നു. അതാണ് നിങ്ങളെ പ്രശ്നം. പാലിയൊക്കെ ഇട്ടിട്ടും ഇപ്പം തന്നെ കുപ്പായത്തിൽ വണ്ണം നോക്കുക ലൂസ് ഇതാ ഭയങ്കര ലൂസാ. 3XL ഞാൻ ഇടുന്ന 3XL. XXL വേണ്ടിയുള്ളൂ. പക്ഷെ എനിക്ക് ലൂസ് വേണ്ടിയിട്ട്. അപ്പോൾ അതെവിടെയും കാണുന്നില്ല. അങ്ങനത്തെ കുപ്പായങ്ങൾ ഇടല്ല സാബീത്ത. ടൈറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു തത്തക്കം വിത്തക്കം പറഞ്ഞ് നടക്ക് കളിക്ക്. എന്നാ ഞാൻ സൂപ്പർ നേരിത്തരാ. നിങ്ങൾ ഇത് ഒരുമാതിരി ചാക്ക് പോലത്തെ എടുത്തിട്ടിട്ട് ഞാൻ എവിടെയും കാണുവാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് അത്ര മാറുണ്ട്, നിങ്ങൾക്ക് അത്ര ബേക്കുണ്ടെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളെ പറയണ്ടേ? അതാണ് പ്രശ്നം. അതാണ് നിങ്ങളെ പ്രശ്നം. മനസ്സിലായോ? അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ മാറ്റിവെച്ചേക്ക്. ഞാൻ തുള്ളി കളിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പെൺകുട്ടികളും നിങ്ങളെ ആൺകുട്ടികളും എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. നിങ്ങളെ വീട്ടിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ കയ്യിൽ നിങ്ങൾക്ക് ഫോൺ വാങ്ങാൻ പറ്റുമോ? നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾക്ക് ഫോൺ വാങ്ങി വെക്കാൻ പറ്റുമോ? നിങ്ങളെ ഭാര്യനോട് ഫോൺ വാങ്ങി വെക്കാൻ പറ്റുമോ? ഇല്ല. സ്വന്തം പൊരയിലുള്ള പോലെ ആദ്യം അടക്ക്. നിങ്ങളെ മക്കളെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വെക്ക്. വലിയ കത്തി കുട്ടികളതും കുഞ്ഞുമക്കളും പേരുമോ തൂങ്ങിക്കുണ്ടാവും. അല്ലെങ്കിൽ പോലെ കുളിമുറി തൂങ്ങിക്കുണ്ടാവും. ഇതല്ലേ നമ്മൾ കേൾക്കുന്നേ. അതുകൊണ്ട് ആദ്യം നിങ്ങളെ വീട്ടിലുള്ള മക്കളെയും ഭർത്താവിനെയും നിങ്ങൾ മനസ്സിലാക്ക്. പിന്നെ റമളാൻ മാസം, ഈ റംലാൻ മാസത്തിൽ നിങ്ങൾ ഫോൺ കൊണ്ട് കാണുന്നില്ല. എൻ്റെ പൊന്നുമക്കളെ 24 മണിക്കൂറല്ലേ നിങ്ങളെ കയ്യിൽ ഫോണ് അല്ലേ? എന്തെന്നാ പറഞ്ഞ് നിങ്ങൾ ഈ ഫോണിൻ്റെ അകത്തുനിന്ന് കാണുന്നില്ലേ? നിങ്ങൾ ഈ റമളാൻ മാസം ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിലോ മാപ്പിള വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിലോ വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലോ നോക്കുമെന്നല്ലാണ്ട് 24 മണിക്കൂറും റമളാൻ മാസം ഫോണിൻ്റെ അകത്തുനിന്ന് പിന്നെ കണ്ടു കുത്തിരിക്കും. അന്നേരം നിങ്ങൾക്ക് നിക്കറും സലാത്തൊന്നും ചൊല്ലിക്കൂടാ. നിങ്ങൾക്ക് റമളാൻ മാസം ഇല്ല. വിവരമില്ലാത്ത തലയും തലച്ചോറില്ലാത്ത വിവരം കെട്ടോലെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ 24 മണിക്കൂർ ടച്ച് ഫോണെന്ന് ചിന്തി കാണുന്നില്ലേ? അന്നേരം നിങ്ങൾക്ക് സലാത്തും ദിക്കറുമില്ലേ? നിങ്ങൾ ഖുർആൻ്റെ അകത്തുനിന്ന് കണ്ടോണ്ടാണ് ഖുർആൻ്റെ അകത്താണോ ഞങ്ങൾക്ക് കമന്റ് ഇടുന്നത്? ആ കമന്റ് ഇടുകയും കാണുന്ന എൻ്റെ ഒരു വീഡിയോ സെറ്റ് ഞങ്ങൾ കാണുന്നുള്ളൂ അല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് തെറ്റല്ല. റമളാൻ മാസമല്ല ഇടോ. ഇത്ര മാത്രം ചിന്തിക്കണമെങ്കിലില്ല. ഹലാലായ ചോറ് തിന്നണം. ഹലാലായ ഭക്ഷണം നിങ്ങളും നിങ്ങളെ മക്കളും കഴിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇത്തരം പോലത്തെ ബുദ്ധി വരുള്ളൂ. ഇത്തരം പോലത്തെ ഞാൻ പറയുമ്പോഴത്തെ ബുദ്ധി വരണമെങ്കിൽ നിങ്ങൾ ഹലാലായ ഭക്ഷണം. ഞാൻ കാര്യം നിങ്ങളോട് പറയുന്നത് സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്ല, നിങ്ങളെ ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു തരുന്ന പണം എങ്ങനത്തതാണെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കണം എങ്ങനത്തതാണെന്ന്. ഹലാലായ ഭക്ഷണം ഗൾഫിലുള്ളവരെ ഞാൻ പറയും. നിങ്ങൾ പാർട്ട്ണറെ പറ്റിച്ചിട്ട് പീടിയെന്ന് കക്കുന്ന ഒരുപാട് ആൾ നമ്മൾ കണ്ടതാണ്. കയ്യാലെ പിടിച്ചിട്ട് പുറത്താക്കിയതും ഉണ്ട്. അതുകൊണ്ട് ആ പൈസ കൊണ്ട് മക്കളെ ഭക്ഷിപ്പിക്കുമ്പോൾ ഹലാലായ മക്കളാവൂല കേട്ടാ. അതുകൊണ്ട് നിങ്ങളോട് പറയാം, ആ മക്കളാണ് ഈ ബുദ്ധിയും വിവരവും ഇല്ലാണ്ട് കമന്റ് ഇടുന്ന മക്കളും കേട്ടോ. പണ്ടേ ഉള്ളവർ ഉണ്ടാവൂലേ?
അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമായിട്ട് നിങ്ങൾ വെക്കുക. ഞാൻ ഡാൻസ് കളിച്ചാൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടോ? അല്ല അല്ല പറഞ്ഞേക്ക ഡാൻസ് കളിച്ചാൽ ഇനി നരകത്തിലാന്ന്. ഇവിടെ നന്നാക്കണോടോ, ഇവിടെ നന്നാക്കണോ, ഒരു മനുഷ്യന്റെ ഗൽബ് നന്നാക്കണോ? ഡാൻസ് കളിച്ചാൽ നരകത്തിലാന്ന് ആരാ പറഞ്ഞ്? പെണ്ണിനോട് 80% പുറത്ത് ഇറങ്ങറ്, അങ്ങനെ പോറ്, ഇങ്ങനെ പറഞ്ഞ് എന്തിനാ? പെണ്ണിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാ. ആണുങ്ങളായ പല പരാന്തന്മാരായ വികാരം മൂത്ത് പാഞ്ഞു കളിക്കുന്ന പല പരാന്തന്മാരായ ആണുങ്ങൾ ഉള്ളത് കൊണ്ടാണ് പെണ്ണെ ഇനി അങ്ങനെ പോകല്ല ഇങ്ങനെ പോകല്ല എന്ന് പറഞ്ഞ്. അത് പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാ. അല്ലാണ്ട് ഡാൻസ് കളിച്ചാൽ നരകത്ത് കൊണ്ടുവിടുവാനും മുടി കാണിച്ചാൽ നരകത്ത് കൊണ്ടുവിടേണ്ടിട്ടല്ല, പെണ്ണിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാ. അത് സുരക്ഷിതം നമ്മൾ നല്ലോണം സൂക്ഷിക്കുന്നുണ്ട്, നല്ലോണം സൂക്ഷിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇന്നലെയും വീഡിയോ കോളാണ് എന്നെ വിളിക്കുന്നത്, വീഡിയോ കോള് കേട്ടോ. എൻ്റെ മാധ്യമത്തിൽ കണ്ടത് കൊണ്ടല്ല എന്നെ പിന്നെ വീഡിയോ കോൾ വിളിക്കുന്നത് അല്ലേ. അപ്പം ഞാനത് അറ്റൻഡ് ചെയ്തോ. ഞാൻ വീഡിയോ കോൾ എടുത്ത് എൻ്റെ കുഞ്ഞു മക്കളോട് ഞാൻ പറഞ്ഞു, മക്കൾ ഇത് ആണാണോ പെണ്ണാണോ നോക്ക്, പെണ്ണുങ്ങളെ വിളിക്കുന്നത് നമുക്ക് എടുക്കണമല്ലോ, നമ്മളെ മുത്തുമണികൾ വിളിക്കൂല. എൻ്റെ മോൻ എടുത്തു നോക്കും, കുഞ്ഞുമോൻ എടുത്തു നോക്കും, അതാണുങ്ങളാ. ഞാൻ പറഞ്ഞു എന്തിനു വിളിക്കുന്നത് ചോദിച്ചിട്ട് ഫോണ് കട്ടാക്കിപ്പിച്ചവനെ കൊണ്ട്. അപ്പം എന്തുകൊണ്ട് ഞാൻ മാധ്യമത്തിൽ ഇറങ്ങിയത് കൊണ്ടല്ല അങ്ങനെ വിളിക്കുന്നേ. അങ്ങനെയാണ് അവൻ വിളിച്ച് സ്വീകരിച്ച് വർത്താനം പറഞ്ഞ് ആയി കൂടെ പോയി കിടന്ന് ആയി വിളിച്ച് ഓൻ പിന്നെ ഇട്ടേച്ച് എന്നെ കൊല്ലുകയും ചെയ്യും, ജീവിതം പോയില്ലേ. അതിനാണ് അള്ളാഹു താല പറഞ്ഞത് പെണ്ണെ 80%. എല്ലാവരും ഡാൻസ് കളിച്ചാൽ നരകത്ത് കൊണ്ടുവരേണ്ടിയിട്ടും ഡാൻസ് കളിച്ചാൽ നരകത്തിലാവുന്നല്ല പറഞ്ഞത്. പെണ്ണെ നീ മാധ്യമത്തിൽ ഇറങ്ങിയാൽ, പണ്ടൊന്നും മാധ്യമം ഇല്ലാതെ പ്രാവശ്യം പെണ്ണിനോട് 80% പറഞ്ഞ പെണ്ണിനോട് തന്നെയാ, പെണ്ണിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്, പെണ്ണിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ടിയിട്ടാണ് അള്ളാഹു താല പറഞ്ഞത്. പക്ഷെ ഇപ്പം പർദ്ദയിലും കണ്ണുകെട്ടിലാണ് കൂടുതൽ പോലെ. ഇന്നലെ ആ ഷെരീഫ് പറഞ്ഞിട്ടെല്ലാം പർദ്ദയിലും മക്കനും ഒരു കുറേ ആൾ ഇറങ്ങിയിട്ടുണ്ട് സക്കാത്തിന് രക്ഷക്ക് പോകാൻ വേണ്ടിയിട്ട്. എല്ലാ വ്യഭിചാരവും ഇന്ന് പർദ്ദയിലും മക്കനിലും കണ്ണ് മാത്രം കാണിച്ചിട്ടുള്ള അതിനകത്ത് ഇന്ന് നടക്കുന്നത്. നല്ല ഒരു സുരക്ഷിത കണ്ണുക മാത്രം കാണിച്ചിട്ട് നടന്നിട്ടുള്ള ഇതിന് പർദ്ദയിലും മക്കനയിലും. എനിക്ക് എൻ്റെ ഈ വേഷത്തിൽ പോയാലും എവിടെ പോയാലും ആൾക്കാർക്ക് എന്നെ പിടിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് 80% പെണ്ണിനും. എല്ലാം തുള്ളിക്കളിച്ചാൽ എന്താ നരകത്തില, ഡാൻസ് കളിച്ചാൽ നരകത്തില. വിവരമില്ലാത്തോലെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്ക്. വിവരമില്ലാത്തോലെ എൻ്റെ ഡാൻസ് നിങ്ങൾ പല അമേരിക്കയിലും എത്തിച്ചിട്ടില്ലേ, ദുനിയാവ് മുഴുവനും എത്തിച്ചിട്ടില്ലേ എൻ്റെ ഡാൻസ് അല്ലേ. അതുപോലെ ഈ വീഡിയോസ് ഇട്ട് കൊടുക്കുക, എല്ലാവർക്കും ഒന്ന് മനസ്സിലാവട്ടെ, എല്ലാവർക്കും വിവരം കെട്ടോലിക്ക് മനസ്സിലാവട്ടെ. അതുകൊണ്ട് ഈ സാബീത തുള്ളുമ്പോൾ നിങ്ങളാരും ബേജാറാകണ്ട. ഇങ്ങളെ പോലെയുള്ള നിങ്ങളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഭർത്താവിനെയും ഭാര്യനെയും പരസ്പരം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അവരെന്താണോ ഫോണിൽ നിന്ന് കാട്ടിക്കൂട്ടുന്നത്, അവരെന്താണോ ചെയ്യുന്നത്, അവരെന്താണോ പോകുന്നത് മനസ്സിലാക്കുക നിങ്ങൾ കേട്ടോ. ആൺകുട്ടികളെ നിങ്ങൾ തെറാപ്പിക്കാൻ പറഞ്ഞ് അയക്കുന്നില്ല, ഒരു തെറാപ്പിക്കാൻ പോകുന്നത് എവിടെയാ പോകുന്നത് നിങ്ങൾ പരിശോധിക്കുന്നുണ്ട് നിങ്ങൾ. അതുകൊണ്ട് മിണ്ടിപ്പോണ്ട. അതുകൊണ്ട് തുള്ളിക്കളിച്ച നരകത്തിലൊന്നുമല്ല. പെണ്ണിനെ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയും പെണ്ണ് മറ്റുള്ള പല കാമപരാന്തന്മാരുടെ വലയിലും പെട്ട് പിന്നെ ഈ പെണ്ണിന്റെ ജീവിതം നശിച്ചു പോകുന്നതിനാണ് പറഞ്ഞത്. അത് നമ്മൾ നല്ലോണം നോക്കുന്നുണ്ട്. അത് പർദ്ദയിലാണ് ഏറ്റവും സുഖം പോവേ. നമ്മൾ പർദ്ദയിലും പോകുന്നില്ല, ചുരിദാറിലും പോകുന്നില്ല, പേരിലും പോകും, നമ്മൾ നോക്കുന്നുണ്ട് അത് കേട്ടോ. ഞാൻ അങ്ങനെ പോകണേനും. പണ്ട് കേരളത്തിൽ ഫോൺ ഇറങ്ങിയ ഉടനെ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. പെണ്ണുങ്ങളെ കയ്യിൽ ഒരൊറ്റ കുട്ടീൻ്റെ കയ്യിലും ഇല്ല. ആണുങ്ങളെ കയ്യിൽ തന്നെ 1-2 ആളെ പൈസക്കാരെ കയ്യിലേനുള്ളൂ. പക്ഷെ അന്നും എനിക്ക് പല കോളുകളും വരുന്നുണ്ട്, അഭീത്തപ്പെട്ട് തന്നെ ഉണ്ട്. അതെനിക്കറിയാം എങ്ങനെ സംരക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് പെണ്ണിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ടിട്ട് അള്ളാഹു താല പറഞ്ഞ്. എല്ലാം ഡാൻസ് കളിച്ചാൽ അങ്ങ് നരകത്ത് കൊണ്ടിടണമെന്നല്ല. വിവരമില്ലാത്തൊരിക്കൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മനസ്സിലാകുന്നുണ്ടോ. അതുകൊണ്ട് ഞാൻ തുള്ളി കളിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാകണ്ട. ഞാൻ തുള്ളിക്കളിച്ചാൽ നിങ്ങൾക്ക് നരകം കിട്ടൂലോ. നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളെപ്പോലത്തെ കോപ്രായങ്ങൾ കണ്ടുപുത്തിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എന്തെല്ലാം സെർച്ച് ചെയ്തിട്ട് അവിടെ കാണുന്നത്, പല അന്യപുരുഷനെയും പല അന്യ സ്ത്രീകളെ ശരീരഭാഗങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ആയിഷ ബീവിനോട് പറഞ്ഞില്ലേ, കണ്ണ് പൊട്ടനാണ് ആയിഷ, നീ അങ്ങോട്ട് കാണൂലെന്നാ പറഞ്ഞേ. പിന്നെ ചിലയാൾ കണ്ണ് മാത്രം കാണിച്ചാണ്, ഇനി അങ്ങോട്ട് കാണുന്നു, എല്ലാം കാണുന്നില്ല അങ്ങോട്ട് ഒന്നും പറയണ്ട. അതുകൊണ്ട് നിങ്ങളെ തെറ്റിനെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന കാര്യം നിങ്ങൾ ആദ്യം കരസ്ഥമാക്കുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, ബൈ.